Hi children, welcome back to social studies class. We were studying about the burial sites. അല്ലേ പഴയ കാലങ്ങളിലെ ആളുകൾ എങ്ങനെയാണ് ശവസംസ്കാരങ്ങൾ എന്നിട്ട് നടത്തിയിരുന്നത്, അതുപോലെ തന്നെ ഹൗ ഡു ദേ ബറീഡ് ഡെഡ് ബോഡീസ്, അല്ലേ എങ്ങനെയൊക്കെയാണ് ഡെഡ് ബോഡീസ് അവർ മറവ് ചെയ്തിരുന്നത്. ദീസ് വെയർ ഓൾ വി വെയർ സ്റ്റഡിങ് ആൻഡ് വി വെയർ സ്റ്റഡിങ് how they were used the big stones to mark the burial sites or megaliths, and dead bodies, how do they kept, what all things they used while burying these dead bodies, these all we have seen. And we have also seen according to their status, if they are rich they keep more things, isn't it? And there is special burial sites for certain families. ഇപ്പോൾ നമ്മളെ കുടുംബ കല്ലറകൾ എന്നൊക്കെ ക്രിസ്ത്യൻസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ കുറച്ച് ഫാമിലീസിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഫാമിലികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ബറിയൽ സൈറ്റുകളും ഒക്കെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഓർക്കണം, ദീസ് ഓൾ പീപ്പിൾ വെർ പ്രാക്ടീസ്ഡ് 3000 years back. Today let us see what are the specialities of burial sites in place called Inamgaon. Which place? Inamgaon. I-N-A-M-G-A-O-N. Inamgaon. Which place, children? Inamgaon. And it is an archaeological site in Maharashtra on the river God. There it was occupied about 3600 and 2700 years ago. അപ്പോൾ ആ സമയത്ത് and it was a place where adults were buried. അപ്പം മുതിർന്ന ആൾക്കാർ അടക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നായിരുന്നു കൂടുതലും ഈ സ്ഥലങ്ങൾ. Which place? Inamgaon. It is a site in Maharashtra. കേരളം പോലെ തന്നെ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര, അല്ലേ, നിങ്ങൾക്കറിയാം. അപ്പോൾ and in that place the specialities about this place we can see the adults were generally buried in the ground. അപ്പം നിലത്ത് നമ്മളൊക്കെ ശവം മറവ് ചെയ്യുന്നത് പോലെ തന്നെ കുഴിച്ചിടുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആൻഡ് ഹെഡ് യൂഷ്വലി പ്ലേസ്ഡ് ഇൻ ദ നോർത്ത്. തല വടക്ക് വശത്തേക്ക് വരത്തക്ക രീതിയിലാണ് ഡെഡ് ബോഡീസ് അവർ കിടത്തിയിരുന്നത്. ആൻഡ് സംടൈംസ് ബെറിയൽസ് വെയർ വിതിൻ ദ ഹൗസസ്. ചിലപ്പോൾ വീടുകൾക്ക് ഉള്ളിലായിട്ടാണ്, അല്ലെങ്കിൽ വീടുകളോട് ചേർന്ന് വീടുകൾക്കൊക്കെ ഉള്ളിലായിട്ടാണ് അവർ ബറിയൽ സൈറ്റുകൾ ക്രമീകരിച്ചിരുന്നത്. ആൻഡ് വെസൽസ് കണ്ടെയ്ൻ ഫുഡ് ആൻഡ് വാട്ടർ വാസ് ഓൾസോ സപ്ലൈഡ് വിത്ത് ദ ഡെഡ് ബോഡീസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഈ പഴയ കാലങ്ങളിൽ ആളുകൾ ഡെഡ് ബോഡിയോടൊപ്പം ഫുഡ് ആൻഡ് വാട്ടർ, ഓർണമെന്റ്സ്, ടൂൾസ്, എക്വിപ്മെന്റ്സ് ഇതൊക്കെ സെർവ് ചെയ്തിരുന്നു. ഹിയർ ഓൾസോ ലൈക്ക് ദാറ്റ്. Then one evidence, archaeologist got one evidence, and that evidence suggests that one man was buried in a large 4-legged clay jar in a 5-roomed house within the courtyard. Courtyard എന്താണ്, നമ്മൾ വരാന്തി എന്നൊക്കെ പറയത്തില്ല, അതാണ് courtyard. COURTYARD, courtyard of a room. And that house, it was a 5-roomed house. 5 മുറികളുള്ളൊരു ഹൗസ്. അതിൻ്റെ കോർട്ട്യാർഡിൽ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുന്ന രീതിയിലുള്ള എവിഡൻസ് കണ്ടു. And that house was the largest in the site. And that house had a granary. GRANARY. Granary എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ നമ്മൾ ധാന്യപ്പുര എന്നൊക്കെ പറയും. എന്താ? It's a place where people used to store grains like rice, wheat, ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ധാന്യങ്ങളും മറ്റും സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. And children, so what do we study? We were studying about the burial sites in Inamgaon. That is a site in that is an archaeological site in Maharashtra on the river God. It was occupied between 3600 and 2700 years ago. About the specialities എന്താ? Adults were buried in that site. അല്ലേ, മുതിർന്നവരെ കൂടുതൽ അടക്കിയിരുന്ന സ്ഥലങ്ങളായിരുന്നു. And people were buried straight in the ground, laid out straight, നേരെ കിടത്തിയിരുന്നു. And no head was placed in the north. And vessels containing food items also was served with this dead bodies. And one evidence were found, one man was buried in a ground in the courtyard of a 5-roomed house, and it was kept in a large 4-legged clay jar. വലിയ ജാർ. ക്ലേ ജാർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന കറിച്ചട്ടി, കലം, അതൊക്കെ ഇല്ലേ, മൺകലങ്ങൾ, ചട്ടികൾ, ഇതൊക്കെ പോലുള്ള അതാണ് ക്ലേ കൊണ്ടുണ്ടാക്കിയത് ജാർ.
and it was that house had also a granary. Children, shall I ask you one question? Suppose we see a skeleton, or asthikudam kandu kazhinjal, how do we know whether it is of a man or a woman? How do we know? Nammal engane ariyum? From the size we can understand. If it is small, we can say that it is of a child. If it is big, we can say that it is the skeleton of a man or woman. And how do we know whether it is of a man or woman? ഇപ്പം ഒരു അസ്ഥികൂടം കണ്ടു കഴിഞ്ഞാൽ അത് ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ അല്ലെങ്കിൽ മെൻ ആണോ വുമൺ ആണോ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? Sometimes people thought that it was considered, if it was with the skeleton was contain any ornaments, people thought that it is of woman, and if it is no ornaments, they thought that it is of a woman. But later people that archaeologists also thought that the conclusion may be wrong, because men and women use ornaments. അപ്പോൾ നമ്മൾ സ്കെലിട്ടൺ ലാർജ് ആണെങ്കിൽ നമുക്കറിയാം അത് മുതിർന്നവരുടെ ആയിരിക്കും, അല്ലെങ്കിൽ അസ്ഥികൂടങ്ങൾ അല്ലെങ്കിൽ സ്കെലിട്ടൺ ചെറുതാണെങ്കിൽ അത് കുട്ടികളുടെ ആണെന്നറിയാം, ചിൽഡ്രൻ അല്ലേ. ഇനി ആൻഡ് ഹൗ ഡു വി നോ വെദർ ഇറ്റ് ഈസ് ഓഫ് എ മെൻ ഓർ വുമൺ? കുറേ പഴയ കാലങ്ങളിലൊക്കെ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ലേഡീസിൻ്റെ ആണെന്നും അല്ലെങ്കിൽ മെന്നിൻ്റെ ആണെങ്കിലും ഒക്കെ കണക്കൂട്ടിയിരുന്നു. പക്ഷേ ആൻഡ് ഇറ്റ് വാസ് ക്വയറ്റ് റോങ്. ബട്ട് ദ കറക്റ്റ് വേ ഓഫ് ഫൈൻഡിങ് എ സ്കെലിട്ടൺ വെദർ ഇറ്റ് ഈസ് ഓഫ് എ മെൻ ഓർ വുമൺ, the correct finding, we can find out correct way by looking or by seeing the pelvic or hip bone. Pelvic or hip bone എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന് താഴെയായിട്ട് നടുവിൻ്റെ ആ ഭാഗം, അവിടെയാണ് pelvic or hip bone എന്ന് വരുന്നത്. അവിടെ men it is smaller size, for women it is somewhat large. എന്തിനായിരിക്കും? നിങ്ങൾക്കറിയാം യൂഷ്വലി വുമൺ give birth to children അല്ലേ, നിങ്ങളുടെ അമ്മമാരാണ് give birth to you അല്ലേ. അപ്പോൾ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് അവരുടെ ഹിപ്പ് ബോൺ അല്പം വലിപ്പമേറിയതായിരിക്കും. ചിൽഡ്രൻ, so by seeing the hip or pelvic bone we can understand the skeleton is of a man or a woman. Children, 2000 years back there was a famous physician named Charaka. Charaka is a physician. He was lived 2000 years back, and he suggested that there are 306 bones in our body. അദ്ദേഹം അന്ന് പറഞ്ഞു 306 അസ്ഥികളുണ്ട് നമ്മുടെ ശരീരത്തിൽ അല്ലേ. നിങ്ങൾക്കറിയാം അനാറ്റമി ഒക്കെ പഠിക്കുമ്പോഴാണ് ഇത് അറിയാൻ പറ്റുന്നത്. അനാറ്റമി എന്താ? നമ്മൾ വി സ്റ്റഡി ദ ഇറ്റ് ഇസ് എ സയൻസ് ടു സ്റ്റഡി ദ ബോഡി അല്ലേ, സയൻസ് ഓഫ് സ്റ്റഡി ദ ബോഡി. അല്ലെങ്കിൽ നമ്മൾ അനാറ്റമി പഠിക്കുമ്പോഴാണ് നമുക്ക് ശരീരത്തെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡി ഫങ്ഷനിങ് മറ്റുമൊക്കെ അല്ലെങ്കിൽ സ്ട്രക്ചർ അതിൻ്റെ ഓർഗൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ Charaka was a famous physician, lived 2000 years back, and he has written a book that is the Charaka Samhita, and it is a book of medicine. Now also it is very useful, and Charaka was a famous physician. He suggested that time അദ്ദേഹം അന്നത്തെ കാലത്ത് പറഞ്ഞു human body has how many bones? 306. But sorry, 360 bones. Miss by mistakenly said 306 not 360 bones are there. Who said? Charaka, the famous physician, lived 2000 years back. You know what is the number of correct number? There are 206 bones in our body. പിന്നീടാണ് ഈ കറക്റ്റ് നമ്പറൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം നമുക്കറിയാം. ആൻഡ് Charaka, how did he got that conclusion? He may counted teeth, cartilages, നമ്മുടെ ശരീരത്തുള്ള കാർട്ടിലേജ്, ടീത്ത്, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതെല്ലാം കൂടെ കണക്കൂട്ടി ആയിരിക്കാം അദ്ദേഹം ഇത്ര എണ്ണം ഉണ്ടെന്ന് അന്ന് കണ്ടുപിടിച്ചത്. ബട്ട് ഹി വാസ് ഗ്രേറ്റ് ബിക്കോസ് ഇൻ സച്ച് എ ടൈം, ഈ 2000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുക, ബുക്ക് എഴുതുക അല്ലെ. ഹി വാസ് വെരി ഗ്രേറ്റ് and he was very famous, Charaka, and he wrote a book that is Charaka Samhita, and that is a book of medicine. Children, now it is time to wind up. Children, say what we have studied. We were studying about the special burial sites in Inamgaon, that is a site in Maharashtra, and we have studied how the dead bodies were kept, what are the specialities. This all we have seen, and this Inamgaon, this all we can see in map 2, that is in page number 30. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ. It's a one map is there, and you can see that Inamgaon, this one, see
കണ്ടോ, മെഗാലിത്തിക് സൈറ്റുകളാണ് നമ്മൾ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, അത് നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വേറെ പഠിച്ചിരുന്നു ഇനാംഗാവ്, അതുപോലെ തന്നെ വേറെ മെഗാലിത്തിക് സൈറ്റുകൾ നമ്മൾ പഠിച്ചു, ബ്രഹ്മഗിരി, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ. സി ഇനാംഗാവ്. Children, you should do one thing. You should read the textbook, page number. Which page number can you see? Can you say? That is page number 41. Read the textbook very well. Okay, thank you.